നമസ്കാരം, ഞാൻ അനൂപ് ചന്ദ്രൻ. ഞാനിന്ന് എൻ്റെ ബസ് സർവീസ് നടത്തിയ സമയത്ത് ഞാൻ ബസ്സിൽ പോവുകയും അതിലെ യാത്രക്കാരും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ പഠനത്തിന് സൗകര്യം. ഈ ബസ്സിലേക്ക് ഇപ്പം സ്കൂളിലെത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ എസ് ടി കുറച്ചിട്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാം വരുന്നത് ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര നമ്മൾ നൽകണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തിയാൽ മാത്രം മതി. എങ്ങനെയാണ് എസ് ടി കൂട്ടണമെന്നാണ് എന്താണ് അഭിപ്രായം? എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സുകൾക്കുള്ള നികുതി ഇളവ്, അതുപോലെ തന്നെ ഡീസൽ സബ്സിഡി കൊടുത്താൽ ജനങ്ങളും വിദ്യാർത്ഥികളും ബസ്സിലെ തൊഴിലാളികളും എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഈ സർക്കാർ സംവിധാനം തന്നെ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ടാക്സ് ഇളവും അതുപോലെ തന്നെ ഡീസൽ സബ്സിഡിയും തന്നാൽ നിങ്ങൾക്ക് ഈ കുട്ടികളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ടാക്സ് ആണോ സർക്കാർ ഒത്തിരി കൂടുതലല്ലേ മേടിക്കുന്നത്? ടാക്സ് നമുക്കൊരു പകുതി കൊടുത്താലും നമുക്ക് വിദ്യാർത്ഥി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ചാർജ് ഒരു 8 രൂപയ്ക്ക് കൊണ്ടുവരാൻ പറ്റും, മിനിമം ചാർജ്. അപ്പൊ യാത്രക്കാർക്ക് എല്ലാവർക്കും സന്തോഷമാവും, അവരും ഹാപ്പിയാവും, നമ്മളെ ഹാപ്പിയാവും. പക്ഷെ ഇതിന് സർക്കാർ വിചാരിക്കണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംഘടനാ നേതൃത്വം ഇന്ന് ഈ കേരളത്തിലില്ല. അതാണ് പ്രൈവറ്റ് ബസ് മേഖലയുടെ ഏറ്റവും വലിയ ശാപം. നിങ്ങൾ +2 കംപ്ലീറ്റർ ആണോ? മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലിയാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ മദർ തെരേസ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒപ്പം തന്നെയുണ്ട്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, BSc MLT ലാബ് ടെക്നീഷ്യൻ, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഇവയ്ക്കെല്ലാം തന്നെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ സൗകര്യം എന്നിങ്ങനെ എല്ലാം ഞങ്ങൾ നൽകുന്നു.